ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ക്യാപ്കട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോസ് കയറുക. അതിന് നമുക്ക് വേണ്ട ഏതൊക്കെ കട്ട്സ് അഞ്ചലായൊക്കെ എടുത്തതിന് ശേഷം അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ എഫക്ട്സ് എടുക്കുക. എഫക്ട്സ് എടുത്തതിന് ശേഷം എഫക്ട്സ് എടുക്കുക, വീഡിയോ എഫക്ട്സ്. അതിൽ നമ്മളെ ഫോൺ നടിക്കുക. സെർച്ച് ബാറിൽ പോയിട്ട് ഫോൺ നടിക്കുക. ഫോൺ നടിച്ചാൽ അവിടെ നമുക്ക് ഒരു 3D മോഡൽ ഫോണിൽ കിട്ടും. 3D ഫോൺ 2 എന്നാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പം മുമ്പിലാണ് നോക്കുന്നത്, അതാണൊരു ഭംഗി. അതിനുശേഷം നമ്മൾ ലൈറ്റ് ചെയ്ത് നോക്കിയാൽ റെഡിയാന്ന് നോക്കുക. നിങ്ങളൊന്ന് കറക്റ്റാണ് നിന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതിനുശേഷം ഓഡിയോ പോയതിന് ശേഷം സൗണ്ട് എഫക്ട്സ് ഉണ്ടാവും. സൗണ്ട് എഫക്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സെർച്ച് ബാറിൽ ട്രാൻസ്ലേഷൻ എഫക്ട്സ് ഉണ്ടാവും. അത് സെർച്ച് ചെയ്തതിന് ശേഷം അതിൽ മൂവിങ് തിങ്സ് കുറേ ഉണ്ടാവും. അത് നമുക്ക് വേണ്ടത് ഇത് കുറേ ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇതിലിപ്പം കുറേ ആനിമേഷൻ ഉണ്ട്, സിനിമാറ്റിക് ഉണ്ട്, ഇത് കുറേ ഉണ്ട്. നമുക്ക് വേണ്ടത് മൂവിങ് തിങ്സ് ഹെവി 02 എന്ന് കാണിക്കുന്നത്. അതാണ് നമുക്ക് ഇപ്പം ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യാം. അതാണ് വേണ്ടത്, വേറൊന്നുമല്ല നമുക്ക് വേണ്ടത്. ആ ഒരു ട്രാൻസ്ലേഷൻ എടുത്തിട്ട് നമ്മൾ ഈ 3D മോഡൽ ഫോണിൻ്റെ വെച്ചതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് ഉള്ളിലേക്ക് ഇതാകുന്ന രീതിയിലുള്ള ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുക. എഫക്ട്സ് എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ, പോകുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ലേഷൻ കിട്ടുകയുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, ഒന്ന് റെഡിയാണോ എന്നൊക്കെ നോക്കാം. ഇപ്പം ഞാൻ ട്രാൻസ്ലൊക്കെ റെഡിയാക്കി. അതിന് ശേഷം നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ട്രാൻസ്ലേഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ ഒരു പോയിന്റ് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ആഡ് ഓവറിലുണ്ടാവും. ആഡ് ഓവറിലെടുത്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഫോട്ടോ റൂമിലോ പിസ്കാർട്ടിലോ അങ്ങനത്തെ കാര്യത്തിൽ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നോക്കിയെടുക്കുക. അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ വലിപ്പം ഒന്ന് റെഡിയാക്കി വെക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നതിനോട്ട് കുറേ ഒന്ന് കൃത്യമായിട്ടാക്കി വയ്ക്കുക, അതിൻ്റെ അളവിൽ തന്നെ. ഇപ്പം കുറച്ച് ഇഷ്ടപ്പെടുന്നുണ്ടാവും, ഓക്കെ ആസ്വദിക്കുക. അതിനുശേഷം നമ്മൾ ചെറുതാക്കുക. വേണ്ട എത്രയാണോ അത്രയും അളവ് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് മുമ്പിലൊരു കീ ഫ്രെയിം കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ പ്ലേ ചെയ്ത് നോക്കിയതാണ്, നല്ല ലെവലാണ്. അതിനുശേഷം മുമ്പിലൊരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം വീഡിയോ ഒന്ന് കീ ഫ്രെയിമിന് ഒന്ന് നമ്മുടെ അവിടെ കട്ടൗട്ട് ചെയ്ത് വെച്ചാൽ ഒരു ഫോട്ടോയില്ലേ അന്ന് മുകളിലേക്ക് നീക്കി കൊടുക്കണം. മുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കിപ്പം വീഡിയോ കാണായിരിക്കും, ആ വീഡിയോ കാണുന്നതിനോട്ട് മുകളിലോട്ടൊന്ന് നീക്കി കൊടുത്തതിന് ശേഷം താഴെ വരുന്ന ഇതിലേക്ക് വന്ന് താഴെ നമ്മൾ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആ ഫോട്ടോയിൽ താഴെ കീ ഫ്രെയിം കൊടുക്കുക. നമ്മളിങ്ങോട്ട് നീക്കുമ്പോൾ കീ ഫ്രെയിം വരും. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം കാണാം. പിന്നെ ഒരു സ്മോക്ക് എഫക്ട്സും കൂടി കൊടുത്തായി ഇനിയുമ്പോൾ നമുക്ക് റെഡിക്ക് കിട്ടാം. അതിൻ്റെ ഒരു എഫക്ട്സ് വരെ കിട്ടും. അവിടെ ഞാൻ പറഞ്ഞിട്ട് മൂവിങ് അതിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് കൊടുക്കുക, അതിൽ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ അതിൽ തന്നെ കൊടുത്തായി അതായിരിക്കും നിങ്ങൾക്ക് ഒരു സുഖം. നിങ്ങളിപ്പം കാണുന്നുണ്ടാവും ഒരു മുമ്പോട്ട് പോയിട്ട് ബാക്കോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഫക്ട്സ്. അവിടെ ഒരു ക്യാമറേൻ്റെ വെടുത്തും കൊടുക്കണം, ക്യാമറേൻ്റെ സൗണ്ട് എഫക്ട്സിൻ്റെ കൊടുക്കണം. അതിന് സൗണ്ട് എഫക്ട്സ് പോയാൽ അവിടെ നിന്നിട്ടുണ്ടാവും ഇതാ മുകളിൽ തന്നെ പ്രസ് ദ ക്യാമറ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്താലും മതി. ഞാനിപ്പോൾ അത് ആദ്യം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് കണ്ടിട്ടാക്കിയതാണ്, അതിനെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ എഫക്ട്സിൽ വീഡിയോ എഫക്ട്സിൽ പോയി ശേഷം ഞാനിപ്പോൾ ഇതാ സ്ക്രോൾ സ്പ്ലിറ്റ് അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിനേക്കാൾ മറ്റേ വിട്ട് വരുന്ന ഇതാണ്. അത് നമ്മൾ പരമാവധി അതിൻ്റെ അളവ് ചെറുതാക്കി കൊടുക്കുക, എന്നാലേ നമുക്ക് റെഡി കിട്ടുന്നതായിരിക്കും. ഞാനത് കൊടുത്തതാണ്, നിങ്ങൾക്ക് കാണിച്ച് തരേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ആക്കിയത്. ഞാൻ ഇത് ചെയ്തേക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് മാത്രമാണ് അങ്ങനെ ആക്കിയത്, അതിൻ്റെ ആവശ്യമേ ഇല്ല. അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം മെയിന് ലേസർ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു എഫക്ട്സാണ്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരെ എഫക്ട്സ് പോയതിന് ശേഷം സെർച്ച് ബാർ പോയതിന് ശേഷം ലേസർ
അതായത് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എടുക്കണമെങ്കിൽ അത് നേരെ പോയതിന് ശേഷം സെർച്ച് ബാർ ഉണ്ടാവും. ഇവിടെ ഞാൻ കുറെ തപ്പിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നേരത്തെ ഒക്കെ വന്നായിരുന്നു, ഇപ്പം കിട്ടുന്നില്ല. അതെന്താന്ന് എനിക്ക് അറിയാം. അതിനുശേഷം നിങ്ങൾ കുറേ തപ്പി എവിടെയും കാണുന്നില്ല. അതാണ് കുറേ തപ്പാണ്ട് ഗായ്സ് ലാസ്റ്റ് എനിക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ വീഡിയോ എഫക്ട്സ് പോയതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാർ പോവുക. അവിടെ നിങ്ങൾക്ക് ലേസർ ഷോ കാണും. അത് ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഒരു എഫക്ട്സ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് തന്നെ ഉണ്ടാവും. നിങ്ങൾ ലേസർ ഷോ നടിച്ചാൽ അതിന് മുമ്പ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, നമുക്കിനി ഒന്നും കൂടി കൊടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ എഫക്ട്സ് സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് വെക്കുക ഒരു നോക്കണ്ടിട്ടാണ്. അതിനുശേഷം എവിടെയാണ് ബട്ടർഫ്ലൈ എഫക്ട്സ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ബട്ടർഫ്ലൈ എഫക്ട്സ് വെക്കാം. വീഡിയോ എഫക്ട്സ് പോവാം. അവിടെ ട്രെൻഡിങ്ങിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം അവിടെ നമുക്ക് ബട്ടർഫ്ലൈ കാണും. എല്ലാം നിങ്ങൾക്ക് അവിടെ കണ്ടിട്ടില്ലെങ്കിൽ സെർച്ച് ബാർ പോയിട്ട് ബട്ടർഫ്ലൈ എഫക്ട്സ് സെർച്ച് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ എഫക്ട്സ് കിട്ടുന്നതാണ്. നമുക്കൊന്ന് ബട്ടർഫ്ലൈ എഫക്ട്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. പക്ഷേ നമ്മളൊന്ന് ഫസ്റ്റ് തൊട്ട് നോക്കുവാണ്. രസമുണ്ടാകെ കുഴപ്പമില്ല, റെഡിയാണ് ഓൾ എഫക്ട്സ്. ഇവിടെ നമ്മൾ ക്യാമറ എഫക്ട്സ് അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞാണ് ക്യാമറ എഫക്ട്സ് എല്ലാം. പിന്നെ ആ വീഡിയോന് പാട്ട് വെക്കാത്തത് കാരണം എനിക്ക് കോപ്പി റൈറ്റ് അടിക്കുന്നതുകൊണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരാം. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീഡിയോ. ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.